നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏത് കൊള്ളയും കൊലയും ചെയ്താലും അവസാനം പറയുന്ന ഒരു ഡയലോഗുണ്ട് പിണറായി സർക്കാരിന്റെ. ഞങ്ങളുടെ കൈകളെല്ലാം ശുദ്ധമാണ്, കള്ളമോ കൊള്ളയോ ഒന്നും തന്നെ ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ നിഷ്കളങ്കരാണ്. ഇത്തരത്തിൽ പറയുന്ന ഈ പാൽക്കുപ്പി സഖാക്കളുടെ തനി നിറമാണ് ഇപ്പോൾ SIT പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. അയ്യന്റെ മുതൽ ഞങ്ങൾ ആരുമല്ല കട്ടത് എന്ന് ആണയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. കണ്ടതും കേട്ടതും എന്നാൽ വിശ്വസിക്കാനാവാത്ത കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. പിണറായിയും വാസവനും അങ്ങ് രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോഴാണ് ഇടുത്തി പോലെ പ്രശാന്തിനെ ഇപ്പോൾ പൊക്കിയിരിക്കുന്നത്. പ്രശാന്ത് സത്യസന്ധന്റെ മുഖമൂടി അണിഞ്ഞപ്പോൾ അതിപ്പോൾ വലിച്ചു കീറി ഒട്ടിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. 2025 മാത്രമല്ല ശില്പങ്ങൾ സ്വർണം പൂശാനുള്ള പദ്ധതിയിട്ടത്, 2024 ഈ നിഷ്കളങ്കനായ പ്രശാന്തൻ സ്വർണം പൂശാനുള്ള പദ്ധതി ഇട്ടു അത്രേ. ദേവസ്വം ബോർഡ് അന്ന് അതിന് തുനിഞ്ഞു എന്നുള്ള തെളിവ് സഹിതമാണ് ഇപ്പോൾ SIT കോടതിയിൽ കൊടുത്തിരിക്കുന്നത്. ഇതോടെ പ്രശാന്തും പ്രശാന്തിനെ നല്ല മോനായി ചിത്രീകരിച്ച വാസവനുമൊക്കെ പെട്ടിരിക്കുകയാണ്. ഇത് മാത്രമല്ല ഈ കൊള്ളയിൽ അങ്ങ് അന്താരാഷ്ട്ര ബന്ധം കൂടി ഉണ്ട് എന്നുള്ളൊരു സംശയത്തിന്റെ നിഴലിൽ തന്നെയാണ് കോടതിയിൽ ഇപ്പോൾ നിൽക്കുന്നത്. ഇതേതായാലും അന്വേഷിക്കാൻ, കൂടുതൽ അന്വേഷണം ഊർജിതമാക്കാൻ SITയോട് നിർദ്ദേശിച്ചിരിക്കുകയാണ്. അതിനും ഇപ്പോൾ ചില കാര്യങ്ങളുണ്ട്. 2019 കടത്തിയ ദ്വാരപാലക ശില്പങ്ങൾ മറ്റാർക്കെങ്കിലും കോടികൾക്ക് വിറ്റിട്ടുണ്ടോ എന്നുള്ളതാണ് കോടതി ഇപ്പോൾ സംശയിക്കുന്നത്. കാരണം അത് കോടതി സംശയിക്കുന്നതിലും കാര്യമുണ്ട്. ഈ വിലയുടെ, സ്വർണത്തിന്റെ മൂല്യത്തിന് അപ്പുറമാണ് ഈ ദ്വാരപാലക ശില്പങ്ങൾക്കുള്ളത്. അതൊരു വിശ്വാസത്തിന്റെ മൂല്യമാണ്. അത് ഒരു പക്ഷേ അന്താരാഷ്ട്ര തലത്തിലേക്കൊക്കെ ഇത്തരത്തിലുള്ള ശില്പങ്ങളും വിഗ്രഹങ്ങളും ഒക്കെ കടത്തിക്കൊണ്ടു പോകാൻ വലിയ പ്രയാസമൊന്നുമില്ല. അങ്ങനെ കടത്തിക്കൊണ്ടു പോയിട്ടുള്ളവർ നമ്മുടെ രാജ്യത്തുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കോടതി അത്തരത്തിൽ സംശയിക്കുന്നത്. അന്നത്തെ ശില്പങ്ങൾ സ്ട്രോങ് റൂമിൽ ഉണ്ടെന്നും ഇല്ലെന്നും ഒക്കെയുള്ള മാറ്റിമറിഞ്ഞുള്ള പറച്ചിലുകൾ, പിന്നീട് അത് കണ്ടെത്തുന്നത് മറ്റൊരു മുറിയിൽ നിന്നും, ഇതൊക്കെ ഒരുപക്ഷെ കോടതിക്ക് വലിയ സംശയത്തിന് ഇടം നൽകുകയായിരുന്നു. ഇനി നിലവിലുള്ള ആ ഒരു സ്വർണം വിജയമല്യ കൊടുത്ത സ്വർണം തന്നെയാണ്, വിജയമല്യ കൊടുത്ത ദ്വാരപാലക ശില്പങ്ങളൊക്കെയാണ് എന്നുണ്ടെങ്കിൽ അത് കൂടുതൽ അന്വേഷണത്തിലേക്ക് തെളിയിക്കേണ്ടുന്ന കാര്യമാണ്. ഏതായാലും ഇതിന്റെ മല്യ കൊടുത്ത സ്വർണം തന്നെയാണോ ഇപ്പോൾ ഉള്ളത്? പണിയിച്ച് കൊണ്ടുവന്നത് മല്യ കൊടുത്തയാണോ, അതോ ഇപ്പോൾ മറ്റൊരു റൂമിൽ നിന്ന് കണ്ടെത്തിയതാണോ മല്യ കൊടുത്ത സ്വർണം? അതിൽ കൃത്യമായിട്ട് അത്ര കിലോ സ്വർണം ഉണ്ടോ എന്നുള്ളതൊക്കെ ഇനി തെളിയിക്കേണ്ടതായിട്ടുണ്ട്. ഏതായാലും പെട്ടെന്ന് എവിടുന്നാണ് ഈ മുറിയിൽ ഈ ഒരു ശില്പം മുളച്ചു പൊന്തി വന്നത് എന്നുള്ളതും സംശയത്തിന്റെ നിലനിൽക്കുകയാണ്. ഈ ഒരു SITയുടെ അന്വേഷണം, ഹൈക്കോടതിയുടെ ഈ ഒരു വിധിയും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ ഊർജിതമായതിനു ശേഷം മറ്റാരെങ്കിലും പെട്ടെന്ന് കൊണ്ടുവന്ന് ആ മുറിയിൽ വെച്ചതാണോ എന്നുകൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും കോടതി ഇപ്പോൾ മൊത്തത്തിൽ സംശയത്തിന്റെ നിഴലിലാണ് ദേവസ്വം ബോർഡിനെയും, നിലവിലുള്ള ദേവസ്വം ബോർഡിനെയും മുൻകാല ദേവസ്വം ബോർഡിനെയും മന്ത്രിമാരെയൊക്കെ നിർത്തിയിരിക്കുന്നത്. രാജ്യത്ത് നിന്നുള്ള അമൂല്യ വസ്തുക്കൾ കടത്തുന്ന സുഭാഷ് കപൂറിന്റെ റാക്കറ്റ് പോലുള്ള വലിയ അന്താരാഷ്ട്ര റാക്കറ്റുകൾക്ക് ഈ തട്ടിപ്പിൽ പങ്കുണ്ടോ എന്നും കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നാണ് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയിലാണ് ഇപ്പോൾ എല്ലാം തുടങ്ങിയിരിക്കുന്നത്. പോറ്റിയുടെ ശബരിമലയിലെ ഒരു പ്രധാന സ്പോൺസർ രാജ്യത്തിന്റെ പ്രധാന സ്വർണ്ണ കട മുതലാളിയായിരുന്നു. നിരവധി കേസുകളിൽ പ്രതിയായ കേരളത്തിന്റെ വേരുകളുള്ള ഈ വ്യക്തിയിലേക്ക് അന്വേഷണം എത്തുന്നില്ല. കേരള പോലീസിന് ഈ വ്യക്തിയെ കൊണ്ട് ആംബുലൻസ് അടക്കം പോറ്റി സംഭാവന ചെയ്തു. ഈ ഉന്നതതല ബന്ധം പോലും അന്വേഷിക്കുന്നില്ല. ഇതിനിടെയാണ് അന്താരാഷ്ട്ര ബന്ധങ്ങളിലേക്ക് ഹൈക്കോടതി ഇപ്പോൾ വിരൽ ചൂണ്ടിയിരിക്കുന്നത്. ശബരിമലയിൽ 2018 മുതലുള്ള എല്ലാ ഇടപാടുകളും അന്വേഷിക്കണമെന്നും ഹൈക്കോടതി ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2018 മുതൽ 25 വരെയുള്ള ദേവസ്വം ബോർഡ് ഭരണസമിതികളെ പ്രതിക്കൂട്ടിലാക്കുന്നതാണ് ഹൈക്കോടതിയുടെ ഈ ഇടപെടൽ. ശബരിമലയിലെ അമൂല്യ വസ്തുക്കൾ പുറത്തേക്ക് കടത്തിയിട്ടുണ്ടോ എന്നുകൂടി അന്വേഷിക്കാൻ കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. സ്വർണ്ണപ്പാളികളുടെ അടക്കം റെപ്ലിക്ക എടുത്ത് തട്ടിപ്പിനുള്ള നീക്കങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന കാര്യവും പരിശോധിക്കാൻ ഹൈക്കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ദേവസ്വം ബോർഡിന്റെ മരാമത്ത് വകുപ്പ് ചെയ്യേണ്ടതിന് പകരം ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഒരു പരമാധികാരിയായി മാറ്റി നിർത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ശബരിമലയിൽ ചെയ്തത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സന്നിധാനത്ത് ഇത്രയും വലിയ ഒരാളായി മാറാൻ സഹായിച്ച അദ്ദേഹത്തിന്റെ, അവിടെ അവതരിച്ച യഥാർത്ഥ മൂർത്തി, അതായത് യഥാർത്ഥ സ്പോൺസർ ആരാണെന്ന് കണ്ടെത്തണമെന്നും ഇപ്പോൾ കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. ശബരിമലയിൽ ഇതുവരെ ശ്രീകോവിലിന്റെ വാതിൽ 2024 കൊടുക്കാമെന്ന് പറഞ്ഞ് 2025, 2019 ഇത്തരത്തിലുള്ള വാതിൽ സ്വർണം പൂശിയതിൽ മൊത്തത്തിൽ ഒരു അന്വേഷണം വേണമെന്ന് കൂടിയാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്. ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ 2ാം ഘട്ട അന്വേഷണ റിപ്പോർട്ട് പരിഗണിച്ച ശേഷമാണ് ഹൈക്കോടതി ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളെല്ലാം തന്നെ വെച്ചിരിക്കുന്നത്. നേരത്തെ വിജയമല്യ
തനി തങ്കം പൂശിയ വാതിൽപ്പാളികൾ അഴിച്ചെടുത്ത് സ്വർണ്ണഭൂശം കൊടുത്തുവിട്ടതിൽ അന്വേഷണം വേണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു. ഇതിനു മുന്നേ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമല പരമസ്വാതന്ത്ര്യം നൽകിയെന്നും ഇതിന് പിന്നിൽ ആരാണെന്നും അവരെ കണ്ടെത്തണമെന്നും കോടതി പ്രത്യേകം അന്വേഷണ സംഘത്തോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പ്രത്യേക അന്വേഷണ സംഘത്തിനും ചില പരിമിതികൾ ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. ഏതായാലും ശബരിമല കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കരദാസിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. തന്ത്രിയും ഉദ്യോഗസ്ഥരും തീരുമാനിച്ച കാര്യങ്ങളാണ് ബോർഡ് അന്ന് ശബരിമലയിൽ നടപ്പാക്കിയതെന്നാണ് ശങ്കരദാസിന്റെ മൊഴി വന്നിട്ടുള്ളത്. പത്മകുമാർ പ്രസിഡന്റായിരുന്ന ഭരണസമിതിയിൽ CPI പ്രതിനിധിയായിരുന്നു ശങ്കരദാസ്. കേരള കേഡർ IPSകാരനായ DIG ഹരിശങ്കറിന്റെ അച്ഛനാണ് പത്മകുമാർ. ശബരിമല സ്ത്രീപ്രവേശന വിവാദ കാലത്ത് നിർണായക ഉത്തരവാദിത്വമുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് ഹരിശങ്കർ. പോലീസിലെ ഉന്നതർക്ക് പോലും പ്രത്യേക അന്വേഷണ സംഘത്തിനെ സ്വാധീനിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഹരിശങ്കറിനെ ചോദ്യം ചെയ്തതിനുള്ള തെളിവ് തന്നെയാണ്. RSP നേതാവായിരുന്ന ശങ്കർദാസ് നിലവിൽ CPI നേതാവാണ്. സ്വർണ്ണക്കൊള്ള കേസിൽ 2019 ദേവസ്വം ബോർഡും ഇപ്പോൾ പ്രതിയാണ്. ഈ സാഹചര്യത്തിൽ ശങ്കർദാസും വിജയകുമാറും പത്മകുമാറുമെല്ലാം സാങ്കേതിക അർത്ഥത്തിൽ പ്രതികളാണ് എന്നുള്ളതാണ് ചുരുക്കം. 2025 ശബരിമല ശ്രീകോവിലിന്റെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണിക്കായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാൻ തീരുമാനിച്ചതിലും അടിമുടി ദുരൂഹതയുണ്ടെന്നാണ് ഇപ്പോൾ ഹൈക്കോടതി പറയുന്നത്. ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് ബുക്കിൽ പോലും ഇക്കാര്യം രേഖപ്പെടുത്തിയിട്ടില്ല. സെപ്റ്റംബർ 2 ബോർഡ് ദ്വാരപാലക ശില്പങ്ങൾ അറ്റകുറ്റപ്പണിക്കായി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോകാൻ അനുമതി നൽകിയത്. എന്നാൽ ഈ വിവരം മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ഈ വീഴ്ച ഏറെ ഗൗരവമുള്ളതാണെന്നും സൂക്ഷ്മ പരിശോധന ആവശ്യമാണെന്നും കോടതി പറഞ്ഞു. നേരത്തെ കോടതി ഉത്തരവിനെ തുടർന്നാണ് പ്രത്യേക അന്വേഷണ സംഘം മിനിറ്റ്സ് പിടിച്ചെടുത്തത്. ബോർഡിന്റെ മിനിറ്റ്സിൽ 2025 ജൂലൈ 28 വരെയുള്ള വിവരങ്ങളേ ഉള്ളൂ. അത് തന്നെ ശരിയായ രീതിയിലല്ല രേഖപ്പെടുത്തിയിരിക്കുന്നത്. മിനിറ്റ്സ് കൃത്യമായി രേഖപ്പെടുത്താത്തത് വലിയ വീഴ്ചയാണെന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ്. ശ്രീകോവിലിന്റെ പ്രധാന വാതിലിന്റെ അറ്റകുറ്റപ്പണി നടത്തിക്കൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തട്ടിപ്പ് തുടങ്ങുന്നതെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. അതേസമയം മറ്റു ചില സൂചനകൾ കൂടി വരുന്നുണ്ട്. അതേസമയം സുധീഷ് കുമാറിനെ കസ്റ്റഡിയിലെടുത്ത SITക്ക് വലിയ നിർണായകമായിട്ടുള്ള തെളിവുകളും വാസുവിലേക്കുള്ള അന്വേഷണത്തിലേക്കുമാണ് പോയത്. ഇനിയിപ്പോൾ വാസുവിനെ അടുത്തത് കസ്റ്റഡിയിലെടുക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ സുധീഷ് കുമാറിനെ ചുറ്റിപ്പറ്റിയുള്ള ചില സൂചനകളും ഇപ്പോൾ പുറത്തേക്ക് വരുന്നു. ജില്ലയിലെ ചില CPM നേതാക്കളുമായിട്ടാണ് സുധീഷ് കുമാർ നല്ല ബന്ധമുണ്ട്. മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ മണ്ണടി സ്വദേശി സുധീഷ് കുമാർ അറസ്റ്റിലാകുന്നതിന് മുൻപ് ഒരാഴ്ചയോളം അടൂരിലെ CPM നേതാവിന്റെ നേതൃത്വത്തിൽ രാത്രികാലങ്ങളിൽ സുധീഷിന്റെ വീട്ടിൽ രഹസ്യ ചർച്ച നടന്നിരുന്നു എന്നുള്ള സൂചനകളും വരുന്നുണ്ട്. ഏതായാലും നിലവിലുള്ള ദേവസ്വം ബോർഡും മുൻകാല ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും അടക്കം എല്ലാവരും ഒരുപക്ഷെ മന്ത്രിതലത്തിൽ വരെ എല്ലാവരും ഇപ്പോൾ പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ്. SITയുടെ നിലവിലുള്ള അന്വേഷണം അത്രയേറെ സത്യസന്ധമായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഹൈക്കോടതിയും വളരെ പെട്ടെന്ന് തന്നെ അതിവേഗം തന്നെ ഇതിന്റെ ഒരു കാര്യങ്ങൾ തീർപ്പ് കൽപ്പിക്കാനുള്ള നീക്കത്തിലും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ശബരിമല വിഷയം അങ്ങനെ കെട്ടടങ്ങാതെ തന്നെ പുകഞ്ഞു വലിയൊരു തീയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പ്രശാന്തിലേക്കൊക്കെ തിരിയുന്ന അന്വേഷണം അല്ലെങ്കിൽ പ്രശാന്തിന്റെ മൊഴിയെടുപ്പോടുകൂടി ഇനി വലിയ ഉന്നതരിലേക്കും ഈ പറഞ്ഞതുപോലെ അന്താരാഷ്ട്ര ബന്ധത്തിലേക്കും ഒക്കെ തിരിയാൻ സാധ്യതയുണ്ട്. ശരിക്കും വിജയമല്യ കൊടുത്ത സ്വർണം എവിടെ എന്നൊരു ചോദ്യം ഇപ്പോഴും അറിയില്ല. ഇപ്പോഴും നിലവിൽ ദ്വാരപാല ശില്പങ്ങൾ ഉൾപ്പെടെ വീണ്ടും സ്പോൺസർഷിപ്പ് വഴി പോറ്റിയെടുത്തിട്ടുള്ള ശില്പങ്ങളും ആ ഒരു വാതിലുകളും ഒക്കെയാണ് എന്നുള്ളതാണ് പുറത്തുവരുന്ന സാധ്യതകൾ. ഏതായാലും യഥാർത്ഥ ശില്പങ്ങൾ എവിടെ, യഥാർത്ഥ സ്വർണം എവിടെ, കിലോ കണക്കിനുള്ള സ്വർണ്ണങ്ങൾ എവിടെ എന്നുള്ളൊരു ചോദ്യം വരുന്നു. ഇത് കൂടാതെ നിരവധി ഭട്ടർ അയ്യപ്പന് കൊടുത്തിട്ടുള്ള പല മുതലുകളും എന്തിയെ എന്നൊരു ചോദ്യം വരുന്നുണ്ട്. ഇതൊക്കെ അന്വേഷണ സംഘം ഒരു വിഭാഗം അവിടെ വിജിലൻസ് അടക്കം ഒരു വിഭാഗം അവിടെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. മറ്റൊരു SITയുടെ അന്വേഷണം മറ്റു ഈ പറയുന്ന വ്യക്തികളിലേക്ക് ഉദ്യോഗസ്ഥരിലേക്കും ഒക്കെ തിരിഞ്ഞിരിക്കുകയാണ്. ഏതായാലും ഇതിന് വളരെ നിർണായകമായിട്ടുള്ള ദിവസങ്ങളായിരിക്കും ഇനി. ഏതായാലും മണ്ഡലകാലം ആരംഭിക്കുന്നതിന് മുമ്പ് അയ്യന്റെ മുതൽ കട്ടെടുത്ത എല്ലാത്തിനെയും തൂക്കും എന്നുള്ളതാണ് ഈ വരുന്ന വാർത്തകളുടെയൊക്കെ സൂചന.